അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ കരുത്തുള്ളവർ ഖുറൈശികളിൽ അക്കാലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല. ജാഹിലിയ്യത്തിന് വേണ്ടി താൻ ചെയ്ത സേവനങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഇസ്ലാമിൻ്റെ മാർഗത്തിലാവുന്നതെല്ലാം ചെയ്യണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു. എല്ലാം പരസ്യമായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ബിലാൽ, അമ്മാർ, ഖബ്ബാബ്, സുഹൈബ് എന്നീ ദുർബലരും ബലഹീനരുമായ മുസ്ലിങ്ങളെ ക്രൂരമായി മർദ്ദിച്ചിരുന്ന ഖുറൈശികളുടെ കരം ഉമറിന് നേരെ പൊങ്ങുകയുണ്ടായില്ല. ഉമറാകട്ടെ പുതിയ മാർഗത്തിൽ തൻ്റെ സ്നേഹിതരെ പോലെ ത്യാഗവും കഷ്ടപ്പാടും സഹിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അബൂജഹൽ അടക്കമുള്ളവർ ഉമറിന് നേരെ കണ്ണടക്കുകയാണ് ചെയ്തത്. ഖുറൈശികളെ ഉമർ റളിയല്ലാഹു അൻഹു വെല്ലുവിളിച്ചു. ഒരിക്കൽ കഅബാലയത്തിനരികെ സഭ കൂടിയിരിക്കുന്നത് ഖുറൈശി പ്രമുഖരെ അദ്ദേഹം വെല്ലുവിളിച്ചു, ശല്യപ്പെടുത്തി. ജനം ശോഭിച്ചിളകി ബഹളമായി. അവർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടും അടിച്ചു, പൊരിഞ്ഞ് തല്ലി. അതിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവൻ ഓടി വന്ന് അദ്ദേഹത്തിന് അഭയം നൽകി. ബലഹീനരായ കൂട്ടുകാരെ, ആരുടെയും അഭയമില്ലാതെ മർദ്ദിക്കപ്പെടുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അമ്മാവൻ്റെ അഭയത്തിൽ നിർഭയനായി തുടരുകയോ? ഉമർ റളിയല്ലാഹു അൻഹു അത് ഇഷ്ടപ്പെട്ടില്ല. അമ്മാവൻ്റെ അഭയത്തിൽ നിന്ന് മുക്തനായി പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് വരെ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടും കൊടുത്തും കഴിഞ്ഞു പോന്നു. മർദ്ദനം വർദ്ധിച്ചപ്പോൾ ആത്മരക്ഷാർത്ഥം മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകാൻ തുടങ്ങി. എല്ലാവരും ആരും അറിയാതെ ഒളിച്ചോടുകയായിരുന്നു പതിവ്. ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ കഅബയുടെ പരിസരത്ത് ചെന്ന് ഖുറൈശി പ്രമുഖരോട് ഇങ്ങനെ പറഞ്ഞു: ഞാനിതാ മദീനയിലേക്ക് പോകുന്നു. എന്നെ തടയാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു. ഒരാളും വന്നില്ല. ഒന്നും സംഭവിച്ചതുമില്ല. പരസ്യമായി തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പലായനം ചെയ്തു. മദീനയിലെ അന്തരീക്ഷം മക്കയെ അപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമായിരുന്നു. ബനു സാലിം കുടുംബത്തിലെ ഒരു നായകനായിരുന്ന ഉത്ബത്ത് ബിൻ മാലിക്കായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് നബി ഏൽപ്പിച്ചു കൊടുത്ത സഹോദരൻ. ബദർ യുദ്ധത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പങ്ക് അതിപ്രധാനമായിരുന്നു. ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹം പ്രവാചകന്റെ വലം കൈയായി നിലകൊള്ളുകയാണ്. ശത്രുപക്ഷക്കാരനായ തൻ്റെ അമ്മാവൻ ആസിം ബിൻ ഹിഷാമിനെ അദ്ദേഹത്തിന് വധിക്കേണ്ടി വന്നു. സത്യത്തിൻ്റെ മുന്നിൽ കുടുംബബന്ധം ഉമർ റളിയല്ലാഹു അൻഹുവിന് പുല്ലുവില കൽപ്പിച്ചു കൊടുത്തില്ല. അദ്ദേഹം യുദ്ധാനന്തരം തടവുകാരെ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രമുഖരായ അനുയായികളോട് കൂടിയാലോചന നടത്തുകയാണ്. പിഴ വാങ്ങി മോചിപ്പിക്കണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കം ചില സഹാബിമാർ അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും വധിച്ചു കളയണമെന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട്.
അത് സ്വന്തക്കാരെ അവരവർ തന്നെ വധിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമായിരുന്നു. യുദ്ധത്തടവുകാരെ പ്രകാരം വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ പ്രസ്തുത തീരുമാനത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പിന്നീട് ഖുർആൻ അവതരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തോട് അനുയോജ്യമായിക്കൊണ്ടായിരുന്നു അത്. ഉഹദ് യുദ്ധം മുസ്ലിങ്ങളുടെ പരാജയത്തിൽ കലാശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിക്കേൽക്കുകയും ഒരു കുഴിയിൽ വീണ് അദ്ദേഹം മുസ്ലിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും ചെയ്തു. അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന് വാർത്ത പരന്നു. യുദ്ധത്തിൻ്റെ ഗതി അല്പമൊന്ന് ശാന്തമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 30ഓളം അനുയായികളും മലമുകളിലേക്ക് കയറി. ഇത് കണ്ട ഒരു പറ്റം ശത്രു സൈന്യം ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കുതിച്ചു. അത്യാപൽക്കരമായ പ്രസ്തുത ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചു: നാഥാ, ആ വരുന്ന ശത്രുക്കൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ നീ അവസരം കൊടുക്കരുതേ. ഞൊടിയിട കൊണ്ട് ഉമറും കുറച്ച് അനുയായികളും അവിടെ ഓടിയെത്തി ശത്രുക്കളെ നേരിട്ട് തുരത്തി ഓടിച്ചു. യുദ്ധാനന്തരം അബൂ സുഫിയാൻ പ്രസ്തുത മലയിടുക്കിൽ പ്രത്യക്ഷപ്പെട്ടു മുസ്ലിങ്ങളോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു: നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ, അബൂബക്കറുണ്ടോ, ഉമറുണ്ടോ? ഓരോ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞപ്രകാരം മൗനം മാത്രം മറുപടി നൽകി. ലഭിച്ചപ്പോൾ അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു: അവരുടെ എല്ലാം കഥ കഴിഞ്ഞിരിക്കുന്നു. ഹുബില അത്യുന്നതനാകുന്നു. അത് കേട്ട് സഹിക്കവയ്യാതെ ഉമർ വിളിച്ചു പറഞ്ഞു: അള്ളാഹു അത്യുന്നതനാകുന്നു. അള്ളാഹുവിൻ്റെ ശത്രുവെ, ഞങ്ങൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉമർ ധീരനായി പൊരുതി. ഹിജ്റ 7-ാം വർഷം ഖൈബറിൽ അദ്ദേഹം സംബന്ധിച്ചു. അതിൻ്റെ സൈനിക നേതൃത്വം ഒരു വേള ഏറ്റെടുക്കുകയുണ്ടായി. ഖൈബർ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. അവിടുത്തെ കൃഷിഭൂമി സൈനികർക്കിടയിൽ വീതിച്ചു കൊടുത്ത ഘട്ടത്തിൽ സമഗ് എന്ന സ്ഥലം ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. പ്രസ്തുത ഭൂമി ഒന്നടങ്കം അദ്ദേഹം ഇസ്ലാമിന് വഖഫ് ചെയ്തു. ഇസ്ലാമിൽ പ്രയോഗത്തിൽ വന്ന ആദ്യത്തെ വഖഫ് അതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.